നമ്മുടെ സ്പൈനിന്റെ ഹെൽത്ത് കുറയുന്നത് നമുക്ക് സ്പൈൻ ഇഞ്ചുറി സംഭവിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് പ്രായമാവുന്നത് കൊണ്ടോ മാത്രമല്ല. നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇതേ പ്രശ്നം വരാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. 33 ബോൺസും അതിനടുത്തുള്ള ഡിസ്കും ലിഗമെന്റ്സും മസിലൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറൽ സപ്പോർട്ട് തരുന്ന ഒരു ബോഡിയുടെ ഒരു പാർട്ടാണ് സ്പൈൻ എന്ന് പറയുന്നത്. ഈ സ്പൈനിന്റെ ന്യൂട്രിയൻ സപ്പോർട്ട് തരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ അളവ് ബോഡിയിൽ കുറയുകയാണെങ്കിൽ എല്ലുകൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നതായിട്ടും അതുപോലെ മസിലൊക്കെ പെട്ടെന്ന് വീക്ക് ആവുന്നതായിട്ടും കാണാറുണ്ട്. സ്പൈനിന്റെ സർജറീസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരിൽ ഈ വൈറ്റമിൻ ഡിയുടെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് പതുക്കെയാണ് ഹീലിംഗ് സംഭവിക്കുക. അതുപോലെ കുറേ നാളായിട്ട് നടുവേദനയുള്ളവർക്കോ അല്ലെങ്കിൽ കഴുത്തുവേദനയുള്ളവർക്കോ വൈറ്റമിൻ ഡിയുടെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേദന കുറച്ച് അധികമായിട്ട് അനുഭവപ്പെടുന്നതായി കാണുന്നു. അതുകൊണ്ട് റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് നടത്തി ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും കോർ മസിലിനെയും ബാക്ക് മസിലിനെയും സ്ട്രെങ്തൻ ചെയ്യുന്ന ലഘുവായിട്ടുള്ള വ്യായാമങ്ങളും വഴി നമുക്ക് നമ്മുടെ സ്പൈനിന്റെ ഹെൽത്ത് സംരക്ഷിക്കാം.